എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ കണ്ടു ഇപ്പോൾ കാണിച്ചു നോക്കി. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുൽക്കൂട്ടി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരാൾ അവിടെ ഒറ്റപ്പെട്ടിരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് വെക്കാത്ത എന്നാ ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇവിടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ലല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്രാവശ്യം ന്യൂ ഇയർ വരെ വെക്കുന്നില്ല. കാരണം ന്യൂ ഇയർ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടോമി എങ്ങാനും വന്ന് കയറി ഇതൊക്കെ മാന്തി പൊട്ടിച്ചാൽ എനിക്കാണ് നഷ്ടം. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ വർഷം മേടിച്ച് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം വെച്ചത്. പക്ഷെ അതിൻ്റേതായ പൊടിപടലങ്ങളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചത് അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഇങ്ങനെ വെക്കാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ തൊട്ട് ഇതെല്ലാം കൂടി എടുത്ത് നേരത്തെ കഴിഞ്ഞ ട്രീ നിങ്ങൾക്ക് അറിയായിരിക്കും, കണ്ടവർക്കറിയായിരിക്കും, നമ്മളിങ്ങനെ ഒരു സംഭവത്തിൽ ചുറ്റി വെക്കുമായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ വെച്ചതാണ്. അപ്പോൾ ആ ട്രീ കഴിഞ്ഞ വട്ടം വെച്ചിട്ട് അതേമാതിരി എടുത്ത് ഞാൻ പൊക്കത്തോട്ടിട്ടിട്ട് എടുത്തിട്ട് പലതും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം പോയി, കുറേ ഈ സംഭവം പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ഒരു ട്രീ ഉണ്ടാക്കാനുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇത് കണ്ടോ, ഇവിടെ കാണുന്ന പോലെ പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇവിടെ വെച്ച സംഭവമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് ഇനിയും ഇപ്രാവശ്യം നമ്മളൊന്നും മേടിച്ചില്ല. കാരണം ഇത് ഞാൻ കാട്ടിൽ നിന്നൊക്കെ പോയാണ് പെറുക്കിയത്. എന്ന് വെച്ചാൽ എൻ്റെ മുറിയുടെ അകത്ത് തന്നെ പൊക്കത്തൊക്കെയാണ് ഞാൻ പോയി പെറുക്കിയെടുത്തത്. ഇത് മറ്റേ പൊക്കത്തൊരു സംഭവമുണ്ട് തട്ട് പോലെ, അതിൻ്റെ പൊക്കത്ത് കയറി, എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് കയറിയാണ് ഇതെല്ലാം എടുത്തത് കേട്ടോ. അപ്പോൾ അത്രയും കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം കാണിച്ചു വെച്ചേക്കുന്ന പരിപാടിയാണ് ഗൈസ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ കാണിച്ചേക്കാം. ഇത് നമ്മുടെ ട്രീയെ തൂക്കുന്ന ബോൾ. ഇത് 1 2 3 4 5 6 ഉള്ളൂ ശരിക്കും. ഇത് ശരിക്കും ഒരൊറ്റ ഇതിൽ 10 ഉള്ളതായിരുന്നു. ഇനി 4 കാണാനില്ല. ഇനി അടുത്ത് ഇത് നോക്കാം. ഇത് 1 2 3 4 5 ഒരെണ്ണോടി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇത് 6 അല്ലല്ല 5 കാണാനുണ്ട്. 10 ഉണ്ടായിരുന്നു ഗൈസ്. ഇതും 10 ഉണ്ടായിരുന്നു. ഇതിൽ 5 കാണാനില്ല. ഇതിൽ 4 കാണാനില്ല. ഇതിൽ 5 കാണാനില്ല. അടുത്തത് ഇതൊക്കെ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ. ഫോയിൽ പേപ്പർ വെച്ച് ഇങ്ങനെ ഒരു അതിനെന്താ ക്യാൻറ്റീൻ്റെ പോലത്തെ സംഭവം, എൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, പിന്നെ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയാണ്. അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടു. കാരണം നമ്മൾ അടുത്ത വർഷം മേടിക്കാനിതുണ്ടാവരുത്. എന്തായാലും അടുത്ത വർഷം ഞാൻ ഇച്ചിരി കൂടി മേടിക്കും. കാരണം ഇതൊക്കെ എല്ലാം കാണാതെ പോയി. അപ്പോൾ അടുത്ത വട്ടം മേടിച്ചെല്ലാം ഇത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ കെട്ടി ഇവിടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇനി പോയാലും നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ ട്രീ. ഇവിടെ ഇരുന്ന് അത്രയും വലിയ ട്രീ ആണ് ഗൈസ് ഞാൻ ഈ ചെറിയൊരു പേപ്പർ റോളിൻ്റെ അകത്ത് കയറ്റി വെച്ചേക്കണത്. ഇതൊരു കാർഡ്ബോർഡിൻ്റെ റോളാണ്. ഈ ഫോയിൽ പേപ്പറിൻ്റെ തന്നെ തീർന്നു പോയി. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബുക്കിൽ ഒരു വായിക്കുന്ന ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ബുക്ക്, അത് ഞാൻ പൊതിഞ്ഞിട്ട് അതിലേക്ക് ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, ഒരു പെയിൻറ്റിൻ്റെ പാത്രം, അതും കൂടി പൊതിഞ്ഞ് വെച്ച് ഈ ഫോയിൽ പേപ്പറിൽ വെച്ചപ്പോൾ അതിൻ്റെ റോള് തീർന്നു പോയി. അപ്പം അതിൻ്റെ ആ റോളാണ് ഇതിലാണ് ഞാൻ ചുറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എവിടെ കൊണ്ടിട്ടാലും അത് നമുക്ക് അടുത്ത വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന സെല്ലോ ടേപ്പ് എല്ലാം പറിച്ച് കളഞ്ഞ് അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുത്ത വർഷം യൂസ് ചെയ്യാം. പക്ഷേ അടുത്ത വർഷം ഞാൻ ഇച്ചിരി മേടിക്കും. എനിക്ക് അങ്ങനെ വേണം ഇച്ചിരി കുറച്ചുകൂടി. ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ റീത്തൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം റീത്ത് ഉണ്ടാക്കാനുള്ള ഈ പച്ച സാധനം ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് മേടിക്കാനും പറ്റിയില്ല. കാരണം ക്രിസ്മസിൻ്റെ തലേന്നാണ് ഉണ്ടാക്കിയത്. തലേന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ക്രിസ്മസിൻ്റെ കരോള് വന്നതിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. 15 മിനിറ്റ് മുന്നേ ഉണ്ടായിക്കഴിഞ്ഞാണ്. അതുകൊണ്ട് പുൽക്കൂടിഞ്ഞ് മേൽക്കൂരൊന്നും ഇല്ലാതായിപ്പോയി ഗൈസ്. നമ്മളെന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ മുളയുടെ അവിടെ വെക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ മുളയുടെ അവിടെ വെച്ചില്ല നമ്മൾ. അപ്പോൾ എന്തായാലും ഇത് മൊത്തം ഞാൻ ചുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആകുമ്പോൾ നമുക്ക് ഇനി അടുത്ത വർഷം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടി മേടിക്കും ഞാൻ. അപ്പോൾ ഇതും ബാക്കി ഇച്ചിരി കൂടി ചുറ്റി വെക്കും. എല്ലാം കൂടി ഇങ്ങനെ പിരിച്ച് ഒറ്റ വള്ളിയാക്കി ഗൈസ്. ആകുമ്പോൾ പിന്നെ എളുപ്പമാണ് ഇനി. പിന്നെ അടുത്തത് ഇത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ എന്താണെന്ന് കാണിച്ചത് ഇതൊക്കെ ഇവിടെ വെച്ചേക്കാം. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉണ്ണിയേശു. അങ്ങനെ പ്രതിമകൾ ഞാൻ എടുത്ത് വെക്കാനുള്ള കുറേ ഉണ്ട്. പ്രതിമകളെല്ലാം ഞാൻ ആദ്യം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ്, അപ്പോൾ അത് തീർന്നു പോയി. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഈ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് അപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കേട്ടോ. അപ്പം ഇനി എല്ലാം കാരണം ഞാൻ എൻ്റെ ഒരു മാലാഹയുടെ മൂക്കിൻ്റെയും കയ്യിൻ്റെയൊക്കെ ഇവിടെ മൊത്തം വൈറ്റ് കളർ പാട് പോലെ വന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ട് വെച്ചിട്ട് ഉരഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച്, പിന്നെ ഉരയുമില്ലല്ലോ, എൻ്റെ ഐഡിയ. അതല്ലേലും അങ്ങനെയാണല്ലോ എല്ലാവരും ചെയ്യണം. ഇതിൻ്റെ അടിയിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.
അപ്പോൾ നമുക്കിനി നമ്മുടെ പുൽക്കൂട് പതിയെ പോകാം. പിന്നെ ഈ മാലാഖേനെ ഇവിടെ വെച്ചെന്താന്ന് ഞാൻ പറയാം. ഇല്ലെങ്കിൽ ഇതിനെയും കൂടി ഇങ്ങനെ കൂട്ടത്തിൽ വെക്കേണ്ടതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. കാരണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തന്നെ ഇതിൽ പൊട്ടലോ എന്നിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അപ്പം ഇനി എനിക്കിത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് പെയിൻ്റ് അടിക്കണം. ഇതിപ്പോൾ ജസ്റ്റ് വൈറ്റ് അടിച്ചതേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു സ്കിൻ കളർ അടിച്ച് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന ഒരു രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ മാലാഹേനെ പൊതിഞ്ഞ് വെക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ടേബിളെ വെക്കാനുള്ളതാണ് ഈ മാലാഹ. അപ്പോൾ ഇനി അടുത്തത് പുൽക്കൂട്. ഇത് നമുക്ക് എടുത്തു നോക്കാം. ഒരു 2-3 ദിവസം നമ്മൾ ഇവിടെ തന്നെ വെച്ചാണല്ലോ അടുപ്പിച്ച്. പിന്നെ അത് ഇതിൽ കണ്ടോ, കുറച്ച് സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പേരെന്താണ്, തെർമോക്കോൾ ബോൾ ഉണ്ടായിരുന്നു. അമ്മയുടെ ഉടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇത് മേടിച്ചാണ്. ഞാൻ അത് നൈസായിട്ട് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അമ്മ അറിഞ്ഞിട്ട് ഞാൻ തോന്നും. ഓ ഗൈസ്, ഇത് നോക്കാം, നമുക്കിത് പൊക്കി നോക്കാം. എൻ്റെ സ്നോ എല്ലാം എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ കളയുന്നില്ല. കാരണം എനിക്കിത് വെച്ച് ഈ അടുന്ന് തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അതില്ലെങ്കിൽ ഞാൻ ഈ സ്നോ കൊണ്ടാ കളയുമായിരുന്നു. സ്നോ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ സ്നോബലിന് ഓർമ്മ വന്നു ഗൈസ്. മൂക്ക് പൊത്തിയിരുന്നോ, നല്ല പൊടിയുണ്ട് കേട്ടോ. നമ്മുടെ പുല്ലില്ലേ, പുല്ല് മരുന്നടിച്ച് ഉണക്കിയത് ആണിത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇത് എടുക്കാമല്ലോ. ഉണ്ടോ, ഇതൊക്കെ നമുക്ക് മൊത്തം കൊണ്ട് കളയണം. ഇതൊന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് വരാം ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്ന പുല്ലും എല്ലാം ഞാൻ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ ഒരു ബോൾസ് ഇല്ലേ, അത് ഞാൻ പെറുക്കിയെടുത്തു ഗൈസ്. എല്ലാം ഒന്നും പെറുക്കിയെടുക്കാൻ പറ്റിയില്ല, നമുക്ക് പറ്റാവുന്ന പോലെ ഞാൻ പെറുക്കിയെടുത്തു. ഇതേ കണ്ട, നല്ല ക്ലീൻ ആയിട്ടുള്ള ബോളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നും കളയുന്ന കാര്യമൊന്നും ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പെറുക്കിയെടുക്കും. അപ്പോൾ ഇത് വെച്ച് എനിക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അത് എനിക്ക് സ്നോ പോലെ വേറൊരു സംഭവം ഉണ്ടാക്കണം, ഒരു ഗിഫ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. എൻ്റെ കയ്യിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാനത് പെറുക്കിയെടുത്തില്ല, കൊണ്ട് കളയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മളിങ്ങനെ വൃത്തിയായിട്ട് വെക്കും നമ്മൾ ഇനി മുതൽ. കഴിഞ്ഞ വർഷം ഞാൻ എല്ലാം കൊണ്ട് കൊളാക്കിയിട്ട കാരണം എനിക്ക് ഇപ്രാവശ്യം കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മാല ഇനി മുതൽ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മാലാഹ, ഇത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഒരു മാലാഹയും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ക്രിസ്മസിൻ്റെ സാധന സാമഗ്രികളൊക്കെ അഴിച്ചോ ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ മൊത്തം ക്ലീനാക്കി ഒന്നുകൂടി അടിക്കണം അവിടെ. അപ്പോൾ ഞാൻ അവിടെ മൊത്തം എല്ലാ പുല്ലും പെറുക്കിക്കൊണ്ട് കളഞ്ഞു കേട്ടോ. ഞാൻ സ്വന്തമായി ഉണ്ടാക്കി, ഞാൻ സ്വന്തമായി കൊണ്ട് കളഞ്ഞു. അപ്പോൾ എന്തായാലും അടുക്കിയും പെറുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ക്രിസ്മസിൻ്റേതായ ഒരു മൂഡും ഉണ്ടാവില്ല. എന്തായാലും ക്രിസ്മസിൻ്റെ ദിവസമായിട്ടാണ് എനിക്ക് ക്രിസ്മസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ 2026 എല്ലാവരും എന്നെപ്പോലെ നന്നാവാൻ തീരുമാനിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഇടത്തിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചിരിക്കുക. ബൈ.